ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഇത് ലാലേട്ടനാണ് പ്രമോ ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ പറയാണ് എല്ലാവരും ഇപ്പോഴും കൂട്ടുകെട്ടിൻ്റെയും പിന്നെ പരസ്പര വിദ്വേഷത്തിൻ്റെയും ഗ്രൂപ്പിസത്തിൻ്റെയും പേരിൽ അവരിപ്പോഴും അവരെ തന്നെ സപ്രസ് ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ തന്ത്രങ്ങൾ, ഈ കളി പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടും പുതിയ തന്ത്രങ്ങൾ മെനയാതെ ആ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫ്ലോയിൽ തന്നെ ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരുടെ അടുത്ത് ഓൾറെഡി വാർണിംഗ് കൊടുത്തതാണ്. എന്നിട്ടും കളി കുറച്ചും കൂടെ ക്രിട്ടിക്കൽ ആകുമെന്ന് പറഞ്ഞിട്ടും ഇവർ സെയിം സ്ട്രാറ്റജിയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് ലാലേട്ടനും ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഓൾറെഡി ഇവർ ഇങ്ങനെ ആയിപ്പോയി. ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജി ഇനി നമുക്കായിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇവർ ഫസ്റ്റ് ആദ്യം കുറച്ച് ഗ്രൂപ്പിസം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഷാനവാസ്, ആദില, നൂറ ഗ്രൂപ്പ് കളിച്ച് മനഃപൂർവ്വം എന്തോ ആൾക്കാർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക. അതേപോലെ ഒരു ഒരു ടാസ്ക് ബിഗ് ബോസ് വെള്ളത്തിനും ഗ്യാസിനും വേണ്ടി കൊടുത്തിട്ട് ആ ടാസ്ക് ഒത്തൊരുമിച്ച് നിന്ന് ജയിക്കാനുള്ളതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് കൂടുതൽ പണി എടുപ്പിച്ചിട്ട് മനഃപൂർവ്വം പാത്രങ്ങൾ കൂടുതൽ കഴുകുക. നെവീനും അക്ബറൊക്കെ ചേർന്നിട്ട് അത് അത്രയും നേരം കൂടെ അവർ ചവിട്ടട്ടെ തളരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ കോയിനെല്ലാം ഒരാൾക്കും കൊടുക്കാതെ കയ്യിൽ അടക്കി പിടിച്ചിട്ട് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി, ഞാൻ ജയിച്ചില്ലെങ്കിലും സാരമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ജയിക്കരുത് എന്ന് ഉറപ്പിച്ചിട്ട് കോയിൻസ് കയ്യിൽ അടക്കി പിടിച്ചിട്ട് ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് അയാളെ ജയിപ്പിക്കുക. നെവീൻ, അക്ബറൊക്കെ ചേർന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിസം കളിച്ചങ്ങ് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുമിച്ചൊരു ടാസ്ക് ചെയ്യാൻ കൊടുത്താൽ പോലും അതിനകത്ത് വരെ ഗ്രൂപ്പിസം കളിച്ചിട്ട് അതെങ്ങനെ പൊളിക്കാം എന്നാണ് ഇവർ നോക്കുന്നത്. ലാലേട്ടനല്ല, ഇനി ബിഗ് ബോസ് അല്ല, ആരൊക്കെ ഇനി ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവരിനി ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിക്കുമോ, പുതിയ പുതിയ നല്ല ഗെയിംസ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഈ പരസ്പരമുള്ള വിദ്വേഷമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതുവരെയും ഇല്ലാത്തൊരു ഒരു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇല്ലാത്ത അത്രയും പ്രശ്നങ്ങളാണ് ഒരു ചേരി തിരിഞ്ഞിട്ട് ഇവർ കാണിക്കുന്നത്. അപ്പം നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തൊക്കെയാണെന്ന്.